ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്, അതുപോലെ കാണിക്കാൻ പോകുന്നത്, നമ്മളൊരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ആവട്ടെ അല്ലെങ്കിൽ ഓൺ ഗ്രിഡ് സിസ്റ്റം ആവട്ടെ, നമ്മളൊരു വീട് പണിയൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മുൻകൂട്ടി നമുക്ക് ചെയ്തു വെക്കാൻ കഴിയും. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കുത്തി പൊളിക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വീഡിയോ തന്നെ വരാൻ കാരണം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വയറിങ്ങുകളൊക്കെ നടക്കുമ്പോഴേ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഓഫ് ഗ്രിഡ് ആവട്ടെ ഇനി ഓൺ ഗ്രിഡ് ആവട്ടെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്തരത്തിലുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഏതായാലും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാണ് നിങ്ങൾ നമ്മുടെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ടോ. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്കത് വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അതിൻ്റെ കൂട്ടത്തിൽ ഇതൊക്കെ പറയുന്നതിൻ്റെ മുമ്പേ എനിക്ക് ഒന്ന് രണ്ട് ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്കിടെ ഇപ്പോൾ ഇന്ന് പോലും എന്നോട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എനിക്കിടാ ബില്ലൊക്കെ വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞു. എവിടെ സ്ഥലമൊക്കെ ഞാൻ പറഞ്ഞുതരാം, എറണാകുളം പെരുമ്പാവൂർ ഭാഗത്താണ്. എനിക്ക് ബില്ലൊക്കെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ അയാളത് കാണുന്നുണ്ട്, അയാളുടെയും പറഞ്ഞു ഞാനിത് വീഡിയോയിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞ്. അപ്പോൾ അയാൾ നിന്ന് ചിരിച്ചിട്ടുണ്ട്, പേരൊന്നും പറയില്ലായിരുന്നു. അപ്പോൾ ഏതായാലും അദ്ദേഹം ഒരു കുറച്ച് കറണ്ട് പോകുന്നൊക്കെ ഒരു ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ ഒരു 4KW ഓഫ് ഗ്രിഡ് തന്നെ അയാൾ ചെയ്തിട്ടുണ്ട്. അയാൾക്ക് വേണമെങ്കിൽ ഓൺ ഗ്രിഡ് ചെയ്താൽ മതിയാകും, പക്ഷേ ഓഫ് ഗ്രിഡ് തന്നെ അയാൾ ചെയ്തിട്ടുണ്ട് കറണ്ടിൻ്റെ ഒക്കെ പ്രയാസം കാരണം. ഏതായാലും അയാൾക്ക് ഒരു 6000 ആ ലെവലിലൊക്കെ ബില്ല് വരുന്ന ഒരാൾക്ക് ഏകദേശം 1500 മേലേക്ക് 1500 2000 രൂപയുടെ ഉള്ളിലാണ് ഇപ്പോൾ ബില്ല് വന്നിട്ടുള്ളത്. പക്ഷേ അയാൾ 2 മാസത്തോളം ആയിട്ടില്ല, ഏകദേശം ഒരു 1.5 മാസത്തിൻ്റെ ഒക്കെ അടുത്തേ ആയിട്ടുള്ളൂ പൂർണ്ണം. അപ്പോൾ അയാൾ പറയണേ എനിക്ക് പൂർണ്ണമായിട്ട് 2 മാസം കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാമല്ലോ. അപ്പോൾ ഏതായാലും അയാൾക്ക് നല്ല മാറ്റമുണ്ട്. പക്ഷേ അതിനോടൊപ്പം അയാൾ മറ്റൊരു കാര്യം കൂടി അതിൽ ഒരു തെറ്റായ കാര്യം ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി ബാക്കപ്പ് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ മെയിൻ സ്വിച്ചാണ് ഓഫ് ചെയ്ത് വെക്കലാണ്, ബ്രേക്കർ ഓഫ് ചെയ്ത് വെക്കലാണ്, മാക്സിമം ബാറ്ററിയിൽ നിന്നാണ്ട് എടുക്കലാണെന്നാണ്. ബാറ്ററിയുടെ 40% ഡിസ്ചാർജ്, അതിലപ്പുറം ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാലേ നമ്മുടെ ബാറ്ററിയുടെ ലൈഫ് അങ്ങോട്ട് പോകും. അപ്പോൾ ഒരിക്കലും അത് ചെയ്യരുത്. അത് നമുക്ക് കറണ്ട് പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ബാക്കപ്പ് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ബാറ്ററിയുടെ 40% ചെയ്യുന്നത്. അപ്പോൾ ഈ 4 ബാറ്ററി 5KW സിസ്റ്റം ആണ് കേട്ടോ. 4 ബാറ്ററിയുടെ ഒരു 40% ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററിയുടെ ലൈഫ് പോകും. ഇത് എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഒരുപാട് ആളുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യരുത്. നമുക്ക് ഇത്ര യൂണിറ്റ് ഉണ്ട്, ആ യൂണിറ്റിൻ്റെ കൗണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററിയുടെ താഴേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാറ്ററിയുടെ ലൈഫ് പോകും. ഓഫ് ഗ്രിഡിൻ്റെ സിസ്റ്റമായിട്ട് ഞാൻ പറഞ്ഞത്, അപ്പോൾ കൂട്ടത്തിൽ പറഞ്ഞു പോയതാണ്. അതുപോലെ ഫ്രണ്ട്സ്, അതിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഒരു വീട് പണിയൊക്കെ ഇപ്പോൾ ഇങ്ങനെ സ്ട്രക്ചർ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ വയറിങ് ചെയ്യുന്ന ഭാഗമൊക്കെ അല്ലേ നമുക്ക് വരിക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതിയെന്നോ, നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ഭാഗത്തുനിന്ന് നമ്മളൊരു നേരെ പുറം ഭാഗത്തേക്കാണല്ലോ വരിക. കൂടുതൽ ബെൻഡുകളൊന്നും ഇല്ലാതെ നമ്മളൊരു 3/4 ഇഞ്ചിൻ്റെ 2 പൈപ്പോ അല്ലെങ്കിൽ 1 ഇഞ്ചിൻ്റെ 25 mm അല്ലെങ്കിൽ 20 mm ഒരു പൈപ്പ്, 20 mm 2 പൈപ്പ് അല്ലെങ്കിൽ 25 mm ഒരു പൈപ്പ് ഇട്ടാലും മതിയാവും കേട്ടോ. അതിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കുത്തിപ്പൊളിക്കലും കാര്യങ്ങളൊന്നും വരില്ല. നല്ല ക്ലിയർ ആയിട്ട് നേരെ വീടിൻ്റെ കറക്റ്റ് നല്ല മേലേക്ക് വന്നു കഴിഞ്ഞാൽ നേരെ വേറെ ഇറക്കി നമ്മൾ ഇൻവെർട്ടറിൻ്റെ ഭാഗത്ത് വരുമ്പോൾ പറഞ്ഞാൽ DB ഭാഗത്തേക്കല്ല വരുന്നത്, ബാറ്ററി വെക്കുന്ന നമ്മൾ ആ സ്വിച്ച് ഒരു പ്ലഗ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ വരുമല്ലോ, അതിൻ്റെ തൊട്ടടുത്ത് ഒരു 1/2 അടി മാറിയിട്ട് ആ പൈപ്പ് വന്ന് വെച്ചാൽ മതി. അതിലേക്ക് ഒരു 1 mm കേബിൾ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് അതിന് കെട്ടി വലിക്കാൻ ചെയ്യാം. അതാണ് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ അടുത്തത് ഓൺ ഗ്രിഡ്. ഈ ഓഫ് ഗ്രിഡും ഓൺ ഗ്രിഡൊക്കെ വെക്കേണ്ട ഓരോ ബില്ലിന് അടിസ്ഥാനമായിട്ടാണ് പറയുന്നത്. കൂടുതൽ കറണ്ടിൻ്റെ ഒക്കെ പ്രയാസങ്ങളില്ല ആളുകൾക്കും ഒക്കെ, കറണ്ട് പോയാൽ പ്രയാസമുള്ള ഓൺ ഗ്രിഡ് കൂടുതൽ ചെയ്തിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. എന്നാലും കാര്യമുണ്ട് താനും. നമുക്ക് ബില്ലിന് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ ഓൺ ഗ്രിഡ്. ഓഫ് ഗ്രിഡ് നമുക്കൊരു 2000, 2500, 3000 രൂപയിലുള്ള ആളുകൾക്കൊക്കെ ഒരു 2KW സിസ്റ്റം അല്ലെങ്കിൽ 2KW സിസ്റ്റം ഫുൾ സെറ്റ്, അതുപോലെ 1KW സിസ്റ്റം ഒക്കെ നമുക്ക് ചെയ്യാം. 1000 രൂപയുടെ 1500 രൂപയുടെ താഴേക്കാണെങ്കിൽ 1KW സിസ്റ്റം നമുക്ക് ചെയ്യാം. അതിൻ്റെ മേലേക്ക് 3000-ൻ്റെ മേലേക്ക് വരുന്ന ആളുകൾക്ക് 2 രീതിയിലും എലിജിബിൾ ആണ്. കാരണം നമുക്കൊരു 4000, 4500 രൂപയുടെ ബില്ലിനെ മാനേജ് ചെയ്യാൻ നമ്മളൊരു ഓൺ ഗ്രിഡ് സിസ്റ്റം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ബില്ലിനെ നല്ല രീതിയിൽ ഡൗൺ ചെയ്യാൻ കഴിയും. നമുക്കൊരു 5000, 6000 ബില്ല് വരുന്ന ഒരാൾക്കാണെങ്കിൽ ഒരു 3KV ഓൺ ഗ്രിഡും ഒരു 2KV ഓഫ് ഗ്രിഡ് അല്ലെങ്കിൽ 1KV ഓഫ് ഗ്രിഡും ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ കുറേ ആളുകളുണ്ടല്ലോ എനിക്ക് 10KW ചെയ്യണം അല്ലെങ്കിൽ ഓൺ ഗ്രിഡ് ചെയ്യണം, ഓഫ് ഗ്രിഡ് ചെയ്യണം. അപ്പോൾ ഓരോരുത്തർക്കും ആവശ്യമുള്ള കാര്യങ്ങൾ, നമ്മൾ വീട്ടിലെ ഉപയോഗങ്ങൾ, അത് ഫ്രിഡ്ജ് മുതൽ വാഷിംഗ് മെഷീൻ മുതൽ, ഓഫ് ഗ്രിഡിൻ്റെ കാര്യമായിട്ടാണ് പറയുന്നത്, വാഷിംഗ് മെഷീൻ മുതൽ അതുപോലെ നമ്മുടെ TV ലൈറ്റ്, ഫാൻ എല്ലാം നോക്കി അതിനനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇപ്പോൾ കൂട്ടത്തിൽ പറയുന്നത് വേണം, ഒരു കറണ്ട് ഇല്ലാത്തൊരു സെക്ഷനിലേക്ക് ഒരു കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. ആകെ 1500, ഇപ്പം എൻ്റെ ഒക്കെ വീട് പോലെ 1500 വാട്ട് 1500 സ്ക്വയർ ഫീറ്റേ വരുന്നുള്ളൂ. അദ്ദേഹത്തിന് 5KW
8 ബാറ്ററി സിസ്റ്റമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് മാക്സിമം 4 ബാറ്ററി സിസ്റ്റം ആക്കി എനിക്ക് കറണ്ട്. അതിലവർക്ക് പ്രധാനമായിട്ടും 1.5 HP ഒരു മോട്ടറൊക്കെയാണ് ഉള്ളത്. അത് ഞാൻ പറയാം, ആ 1.5 HP മോട്ടർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും വലുത് വെച്ച് കഴിഞ്ഞാൽ അതിലേറെ നല്ലൊരു BLDC മോട്ടർ വെക്കുകയല്ലേ നല്ലത്. അതിനാകെ 14,000 രൂപയെ വരുള്ളൂ. അപ്പോൾ ലക്ഷങ്ങൾ മാറ്റി കൂടുതൽ വെക്കുന്നതിൽ ബാറ്ററികളുടെ എണ്ണം നമ്മൾ മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക. 2, 3 എന്നൊക്കെ നമുക്കൊരു കറണ്ടിൻ്റെ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ സാധാരണ 3, 4 ബാറ്ററികൾ കൊടുക്കാം. അതിലപ്പുറമൊന്നും നമ്മൾ കൂട്ടി വെക്കരുത് കേട്ടോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പറയുന്നത് നമ്മൾ ഓൺ ഗ്രിഡ് സിസ്റ്റം നമ്മൾ ഭാവിയിലേക്ക് ചെയ്യാൻ കരുതുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, മീറ്ററിൻ്റെ ഒന്നും ഇങ്ങോട്ട് വരും. ഇപ്പോൾ ഈ ഏകദേശം ഈ ഭാഗത്ത്, ആ മൂലഭാഗത്തിൻ്റെ താഴെ ഭാഗത്താണ് മീറ്റർ വരുന്നത് നമ്മൾ വീടിൻ്റെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ഏകദേശം ആ ഒരു മൂലഭാഗത്തേക്ക് ഏറ്റവും ടോപ്പിൽ നിന്ന് താഴേക്ക് 25 mm നമ്മൾ പൈപ്പ് ഉണ്ടല്ലോ, നമ്മുടെ PVC ICയുടെ പൈപ്പ് നമ്മൾ ഡയറക്റ്റ് നേരെ താഴേക്ക് പോവുക. ഒന്ന്. പിന്നെ നമുക്ക് തൊട്ടടുത്ത് തന്നെ അതിൽ നോക്കേണ്ട പ്രത്യേക കാര്യം എന്താ വെച്ചാൽ, നമ്മൾ 2 മീറ്റർ താഴെ ഭാഗത്ത് നമ്മൾ നിലഭാഗം ഉണ്ടാവില്ല, ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ആ സൺസൈഡിൻ്റെ താഴേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 2 മീറ്റർ ഗ്യാപ്പ് വേണ്ട എർത്തിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ലൈൻ അറസ്റ്ററും കാര്യങ്ങളും ഓൺ ഗ്രിഡിൻ്റെ വിഷയമായിട്ട് പറയുന്നത്. അപ്പോൾ അതിനും നമ്മളൊരു 25 mm കേബിൾ വരിക. പിന്നെ നിങ്ങൾക്ക് ഈ ഓൺ ഗ്രിഡിൻ്റെ വിഷയം നിങ്ങൾ മുൻകൂട്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, സ്ട്രക്ചർ ഭാഗത്ത് പൈപ്പിങ് ചെയ്യുന്നുണ്ട്, ഈ സോളാറുമായി ബന്ധപ്പെട്ട ആളുകളോട് ഇതിൻ്റെ വിശദീകരണം ഒന്ന് ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യുക കേട്ടോ. അതിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നത്, നമ്മൾ ഓൺ ഗ്രിഡിൻ്റെ ഇൻവെർട്ടർ വെക്കുന്നത് ചിലപ്പോൾ നമ്മുടെ കാർ പോർച്ചിൻ്റെ ഒക്കെ ആ ലെവലിലായിരിക്കും നമുക്ക് മഴ തട്ടാത്ത ഭാഗങ്ങളിൽ വെക്കേണ്ടി വരുമല്ലോ. അപ്പോൾ നമ്മൾ കാർ പോർച്ചിൻ്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ സൺസൈഡ് ഒരു കോർണർ ഭാഗത്തൊരു ഓപ്പണായ ഭാഗത്ത് നമുക്ക് മഴ കൊള്ളാത്ത ഭാഗത്തൊക്കെ വെക്കുമ്പോൾ അവിടേക്കാണ് നമ്മൾ ഈ പൈപ്പ് ചെയ്യേണ്ടത് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, സോളാറിൻ്റെ ഒരു ടെക്നീഷ്യനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുക. അടുത്ത് എനിക്ക് അതിൽ കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ ഓഫ് ഗ്രിഡ് സിസ്റ്റം ചെയ്യുമല്ലോ നമ്മൾ 1, 2 ബാറ്ററിയൊക്കെ വെച്ചിട്ടുള്ള സിസ്റ്റം. അതിൽ ഇനി ഓൺ ഗ്രിഡും ഓഫ് ഗ്രിഡും നിങ്ങൾക്ക് അറിയാമല്ലോ. ഓൺ ഗ്രിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പാനലുകൾ വെക്കുന്നു. ആ പാനലുകൾ നമ്മുടെ ഒരു ഓൺ ഗ്രിഡ് നമ്മൾ ഓൺലൈൻ ഇൻവെർട്ടർ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ SDB DCDB ഒക്കെ സെക്ഷൻ വെച്ചിട്ട് നമ്മൾ KCBയിലേക്ക് അങ്ങോട്ട് കൊടുക്കുന്നു. നമ്മൾ KCBയുടെ കറണ്ട് ഉപയോഗിക്കുന്നു. ബില്ല് വരുമ്പോൾ നമ്മൾ കൊടുത്തതും നമ്മൾ ഉപയോഗിച്ചതും വെച്ചിട്ട് നമുക്ക് ബില്ലിനെ 0 ആക്കുന്നു. അപ്പോൾ നമ്മുടെ ശരാശരി ബില്ലിന് അനുയോജ്യമായിട്ടുള്ളതായിരിക്കും നമ്മൾ ഓൺ ഗ്രിഡ് വെക്കുക. ഓക്കെ. പക്ഷേ കറണ്ട് ഇല്ലാത്ത സമയത്ത് നമുക്കൊരു പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. അതിന് നമ്മുടെ ഒരു ഇൻവെർട്ടറിൻ്റെ സിസ്റ്റം അല്ലെങ്കിൽ ഓഫ് ഗ്രിഡ് സിസ്റ്റം ചെയ്താൽ നമുക്ക് 2 ദിവസം കറണ്ട് പോയാലും ആ ഒരു സെക്ഷനിൽ നമുക്ക് കിട്ടും. ഓഫ് ഗ്രിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ 1, 2, 3, 4 ബാറ്ററികൾ വെച്ചിട്ട് സോളാറിൻ്റെ എനർജിയെ നമ്മളിങ്ങനെ ഇപ്പോൾ ബാറ്ററി 40% എന്ന് കരുതുക, സോളാറിൻ്റെ എനർജി നമ്മളിങ്ങനെ 90% ചാർജ് ആയി കഴിഞ്ഞാൽ അത് ലൈവിലേക്ക് കിടക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മുടെ വീട്ടിൽ ഇപ്പോൾ 2 kV സിസ്റ്റമാണ് നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, TV, ലൈറ്റ്, ഫാൻ 1 kV തന്നെ അത്യാവശ്യമൊക്കെ വർക്ക് ചെയ്യുന്ന വീഡിയോ ചെയ്താണ്. 500 വാട്ടിൻ്റെ ഓഫ് ഗ്രിഡ് സിസ്റ്റം കാണുന്ന വീഡിയോയുടെ ബട്ടണിൽ അതൊരു ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കാം കേട്ടോ. അതുപോലെ 2 kV സിസ്റ്റത്തിൽ നമുക്കൊരു 1 HP ഓപ്പൺ വെല്ലൊക്കെ ഉണ്ടല്ലോ മോട്ടർ, ആ മോട്ടറൊക്കെ നമുക്ക് അതിൽ റൺ ചെയ്യിപ്പിക്കാം കേട്ടോ. പിന്നെ അതുപോലെ അതും നമ്മളതിലും വലുത് മാക്സിമം നമ്മൾ 1/2 HP ഒക്കെയാണ് സിമ്പിളായിട്ട് റൺ ചെയ്യും. എല്ലാ മോട്ടറുകളും നമുക്ക് പറയാൻ പറ്റില്ല. ഈ വൈൻഡിങ്ങുകൾ കൂടുതൽ ചെയ്ത് ചിലപ്പോൾ 2 kV സിസ്റ്റത്തിൽ തന്നെ വർക്ക് ചെയ്യില്ല. നമ്മൾ വെറുതെ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടൊന്നും കാര്യമല്ലല്ലോ. അപ്പോൾ ഇത്തരത്തിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഉൾഭാഗത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ, നമ്മൾ AC ലൈന് കൊടുക്കുന്നുണ്ട്. നമ്മൾ 2 kV സിസ്റ്റം ഒരു 2 ബാറ്ററി 2500 VA ഫുൾ കോപ്പർ ഇൻവെർട്ടറിൽ നമുക്ക് പകൽ നമുക്ക് ഒരു 1 ton 5 star ഇൻവെർട്ടർ ടെക്നോളജിയിൽ ഒരു AC തന്നെ നമുക്ക് പകൽ പണികൾ റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ അതിൻ്റെ വീട്ടിൽ നമ്മൾ വെക്കുമല്ലോ, ആ റൂമിൽ നമ്മളൊരു സ്വിച്ച് ഉണ്ടാവും ഓണാക്കാനും ഓഫാക്കാനും. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു 2-way സ്വിച്ച് കൂടി കൊടുക്കുക. അതിൻ്റെ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊരു 2.5 or 4 mm വയറൊക്കെ വരിക. അത് ഇലക്ട്രീഷ്യന്മാർക്കില്ല കേട്ടോ, ജസ്റ്റ് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ 2 വയർ വന്നാൽ ഒന്ന് മെയിൻ ലൈന്, ഒന്ന് ഇൻവെർട്ടർ ലൈന്. എന്നിട്ട് ഈ 2-way സ്വിച്ച് വഴിയിട്ട് നമുക്കിതിനെ കൺട്രോൾ ചെയ്യാം. ഈ കറണ്ടിനും അതുപോലെ സോളാറിൻ്റെ ഇൻവെർട്ടർ മറ്റേ പോയിൻറ്റും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാം. കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ ചോദിക്കുകയാണ്, ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് സംശയങ്ങൾ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക, ഒരു പരിധി വരെ വാട്സപ്പിൽ ചോദിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജ് ഒരു 1 kV സിസ്റ്റമൊക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുൻകൂട്ടി തന്നെ കൂടുതൽ നമുക്കൊരു വലിയൊരു പ്രൊഡക്ഷനോ ഒന്നും നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ 1 kV സിസ്റ്റത്തിലും ഫ്രിഡ്ജ് ഏറ്റവും ലേറ്റസ്റ്റ് ഇൻവെർട്ടർ കാക്കയൊന്നും ഉണ്ടായിരിക്കും. ഞങ്ങളിവിടെ വീഡിയോ ചെയ്തോട്ടെ, കാക്ക സ്വീപ്പാക്കുന്നുണ്ട്, ക്ഷമിക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ഫ്രിഡ്ജിൻ്റെ കാര്യം പറഞ്ഞില്ല, അവിടെ നമ്മൾ ഇതുപോലെ തന്നെ ഈ AC-ൻ്റെ അവിടെ തന്നെ 2-way സ്വിച്ചും ചെയ്യുക. നമുക്ക് കറണ്ടിലേക്കും സോളാറിലേക്കും നമുക്ക് ഷിഫ്റ്റ് ആക്കുന്ന ഒരു രീതി കേട്ടോ. ഇതൊക്കെ 2ാമത്തെ നമുക്ക് വയറിങ് ചെയ്യണമെങ്കിൽ പിന്നെ പ്രയാസമാണ്, നല്ല പണി വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം അയൺ ബോക്സ് നമ്മുടെ വീട്ടിൽ കോമൺ ആയിട്ട്
നമുക്ക് ഒരു സ്വിച്ച് ഒരു പ്ലഗും സ്വിച്ചും അതിലേക്ക് ഇൻവെർട്ടറിൻ്റെ പോയിന്റ് വരരുത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ അടുക്കള ഭാഗത്ത് ഒരു ഇൻവെർട്ടർ പോയിന്റ് പ്ലഗും വരണം, അതുപോലെ ഒരു മെയിൻ പ്ലഗും വരണം. അത് നമുക്ക് കറണ്ട് ഇല്ലാത്ത സമയത്ത് നമുക്ക് മിക്സിയും കാര്യങ്ങളൊക്കെ അതിൽ ഉപയോഗിക്കാനും പ്രവർത്തിപ്പിക്കാനും വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും അതിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഇൻവെർട്ടർ വെക്കുന്ന കൂടുതൽ ഹൈറ്റ് പൊക്കിയിട്ടൊന്നും ചെയ്യരുത് കേട്ടോ. കൂടുതൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഭാഗത്ത് ഒരു നില മുകളിലോ, കൂടുതൽ വയറിൻ്റെ സോളാറിൻ്റെ നീളമൊക്കെ വരികയാണെങ്കിൽ ഒരു നില മുകളിൽ ഹാളിലോ ഓപ്പൺ ആയിട്ടില്ല കാണുന്ന ഭാഗത്തൊക്കെ നമ്മൾ ക്രമീകരിക്കാം. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ബാറ്ററികൾ കുടിച്ചായിട്ട് അടച്ച് അങ്ങോട്ടും വെക്കുകയും ചെയ്യരുത്. അതിന് ചെറിയൊരു എയർ ഫ്ലോ കാര്യങ്ങളൊക്കെ അതിന് നിങ്ങൾ ഇനി ഫാബ്രിക് ഡിസൈൻ ചെയ്യുമ്പോഴായാലും അത് വേണം കേട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ട്സ് അതിൻ്റെ കൂട്ടത്തിൽ പറയാനുള്ളത് നമ്മൾ വാഷിംഗ് മെഷീൻ ഇതുപോലെ ഇൻവെർട്ടറിൻ്റെ ലൈനാക്കി DBന്ന് മാറ്റുന്ന സെപ്പറേറ്റ് വയറാക്കുന്നതല്ലേ. പിന്നെ നമ്മൾ ഈ മോട്ടറിൻ്റെ ഒക്കെ വിഷയം, മോട്ടറിൻ്റെ ഒക്കെ നിങ്ങൾ ആ സ്വിച്ച് പോയിന്റിലേക്ക് ഒരു 2 സ്വിച്ചിൻ്റെ സ്പേസ് ഇടുക. മോട്ടറിൻ്റെ ഒരു സ്വിച്ചും തൊട്ടപ്പുറത്ത് 2A ഒരു സ്വിച്ചിൻ്റെ ഒരു സ്പേസും നിങ്ങൾ കരുതുക. അപ്പോൾ നമുക്ക് ഈ നമ്മൾ സോളാർ ചെയ്താലും വൈകുന്നേരങ്ങളിൽ ചിലപ്പോൾ പറയാൻ പറ്റില്ലല്ലോ, നമുക്ക് മോട്ടർ അടിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ 2A സ്വിച്ച് വഴി കറണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ AC കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ മോട്ടറിന് 2 ലൈന്, AC ലൈന്, ന്യൂട്രൽ കോമൺ. അത് ACക്കായാലും നമ്മൾ മോട്ടറിനായാലും അത് ബാക്കി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കായാലും ന്യൂട്രൽ കോമൺ. ഇതൊക്കെ നമ്മൾ സാധാരണക്കാർക്കല്ല, നമ്മളൊരു വയറിങ് ചെയ്യുമ്പോൾ പറഞ്ഞു കൊടുക്കണ്ടേ, വീഡിയോ നമുക്ക് കാണിച്ചു കൊടുത്താൽ അവർക്ക് സിമ്പിളായിട്ട് മനസ്സിലാകും. ഓക്കെ ഫ്രണ്ട്സ്, എനിക്ക് കാര്യങ്ങൾ പറഞ്ഞൊക്കെ ഏകദേശം മനസ്സിലായി എന്ന് കരുതുന്നു. ഒരുപാട് ക്വസ്റ്റ്യൻസിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഇത്തരത്തിലുള്ള വീഡിയോ ഒക്കെ വരാനുള്ള കാരണം. ഇനി അതുപോലെ തന്നെ 1kW നമ്മുടെ വീട്ടിൽ ചെയ്തൊക്കെ വീഡിയോ കാണിച്ചിട്ടുണ്ട്, പുറമെ ചെയ്ത് വീഡിയോ ബില്ലിൽ മാറ്റുമ്പോൾ 2kW 3kW അതുപോലെ 4kW ഓഫ് ഗ്രിഡ് സിസ്റ്റം ഒക്കെ ചെയ്തിട്ട്, അതുപോലെ ഓൺ ഗ്രിഡ് സിസ്റ്റം ഒക്കെ ചെയ്തിട്ട് നമുക്ക് ബില്ല് കുറഞ്ഞ ഒരുപാട് വീഡിയോകൾ ചെയ്യാണ്ട്. ഈ കൊറോണയുടെ സാഹചര്യമായിട്ട് അങ്ങനെ പുറത്തു പോയിട്ട് വീഡിയോ ചെയ്യാൻ കഴിയില്ല. ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് തോന്നി മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് തരിക. അതുപോലെ നിങ്ങൾ ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഏതായാലും അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.